ഇന്ന് ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു തോട്ടാണ് പറയാൻ പോകുന്നത്. ലൈഫ് ഈസ് 10% വാട്ട് ഹാപ്പൻ ടു അസ് ആൻഡ് 90% ഹൗ വി റിയാക്ട് ടു ദാറ്റ് സിറ്റുവേഷൻ. സോ ചാൾസ് ആർ സ്വിൻഡലിൻ്റെ അതിമനോഹരമായ ഒരു കോട്ട്. ഒരിക്കൽ ഒരു കുട്ടി വന്നിട്ട് മകൾ വന്ന് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഓരോ സിറ്റുവേഷൻ കഴിയുമ്പോഴും ഒന്ന് കഴിയുമ്പോൾ ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും നിന്ന് ഒരു റിലാക്സേഷൻ ലഭിക്കുന്നില്ല. ഭയങ്കര ടെൻഷനാണ്. വാട്ട് വിൽ ഡു? അപ്പോൾ അച്ഛൻ മകളെ കൈയോടുകൂടി കിച്ചണിലേക്ക് കൊണ്ടുപോയി. മകളോട് പറഞ്ഞു, മകളെ 3 പാത്രം നീ വെക്കുക, 3 പാത്രത്തിലും വെള്ളം വെച്ചോളൂ, തിളപ്പിച്ചോളൂ. ശേഷം അച്ഛൻ ഒരു എഗ്ഗ് എടുത്ത് കൊടുത്തിട്ട് ഒരു വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു. ഒരു ഉരുളങ്കിഴങ്ങ് എടുത്തുകൊണ്ട്, ഒരു പൊട്ടറ്റോ എടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു. കാപ്പിക്കുരു അതെടുത്ത് വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു. അല്പസമയം കാത്തിരിക്കാൻ പറഞ്ഞു. വെയിറ്റ്. മകൾ കാത്തിരുന്നു. അല്പസമയം കാത്തിരുന്നതിന് ശേഷം അതെല്ലാം എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു. അവരോട് ചോദിച്ചു, എന്ത് സംഭവിച്ചു? അപ്പോൾ മകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ നിങ്ങൾ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരാളൊരു ടെൻഷൻ പറയുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ എത്ര സമയം വേറെ ഉണ്ട്? ഒന്ന് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തൊന്ന് പറയണ്ടേ? എൻ്റെ ഫീലിങ്സിനെ മനസ്സിലാക്കാൻ അച്ഛൻ തയ്യാറായില്ലല്ലോ. അഗൈൻ അച്ഛൻ പുഞ്ചിരിയോടുകൂടി അവളോട് പറയുന്നു, മകളെ ഈ 3 കാര്യത്തിനും ഒരേ സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. ഈ 3 എഗ്ഗിനാണെങ്കിലും പൊട്ടറ്റോക്കാണെങ്കിലും കോഫീനാണെങ്കിലും എല്ലാ സംഭവങ്ങൾക്കും ഒരേ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്തെല്ലാം ചേഞ്ചസ് ആണ് അവർക്ക് സംഭവിച്ചത്? ഒന്ന് നോക്കിയേ. അപ്പോഴാണ് കുട്ടി ആ പൊട്ടറ്റോ എടുത്ത് നോക്കുന്ന സമയത്ത് പൊട്ടറ്റോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹാർഡായിട്ടുള്ളൊരു സംഭവം ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോയപ്പോൾ അത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേ സിറ്റുവേഷൻ വളരെ സോഫ്റ്റ് ആയിരുന്ന, തൊട്ടാൽ പൊട്ടുമായിരുന്ന എഗ്ഗിനെ എടുത്ത് നോക്കുന്ന സമയത്ത് എഗ്ഗ് വളരെ ഹാർഡായിട്ടുണ്ട്. കോഫി അതിൽ ആകെ മെൽറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, കാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ മുമ്പിലിരിക്കുന്ന സാഹചര്യങ്ങൾ, വി ആർ യൂണീക്ക്, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമ്മളെ മുമ്പിലുള്ള ഓരോ സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. ഒരേ സാഹചര്യത്തിൽ ഹൗ വി ആർ റിയാക്ടിങ് ടു ദാറ്റ് സിറ്റുവേഷൻ, ദാറ്റ് മേക്ക് അസ് എ യുണീക്ക് പേഴ്സൺ. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആ ഒരു സാഹചര്യ സിറ്റുവേഷൻസിനും ഡീൽ ചെയ്യുന്നത്? അപ്പോൾ എത്ര കുട്ടികളാണ് ടെൻഷന്, സ്ട്രെസ്സൊക്കെ പറയുന്നതെന്നറിയോ? വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും കൗൺസിലിങ്ങിനൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എത്രയോ കുട്ടികൾ, വലിയ ആളുകൾക്ക് സ്ട്രെസ്ഫുള്ളാണ്. ഒരു സിറ്റുവേഷൻ കോപ്പ് ചെയ്യാനും ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോ അവിടെയാണ് നമ്മുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങുകളുടെ ആവശ്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചിന്തിക്കുക, നമ്മളെങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷനുമായി റിയാക്ട് ചെയ്യുന്നത്. നമ്മളെ കുട്ടികൾക്ക് മാർക്ക് കുറയുമ്പോൾ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രൂപത്തിലും ബിസിനസ് പോവാതിരിക്കുമ്പോൾ, നമ്മൾ വിചാരിച്ച രൂപത്തിലും ലൈഫ് മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ. സോ ബി കൂൾ. ഇറ്റ് ഇസ് മീ ഷാഫി കളത്തിങ്കൽ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, DMS ഹോസ്പിറ്റൽ ചേളാരി, യൂണിവേഴ്സൽ അക്കാദമി ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, കൊണ്ടോട്ടി. താങ്ക് യു സോ മച്ച്.